വരുൺ കൊലപാതക അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. കേസന്വേഷണം CBIക്ക് കൈമാറി. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ പോലീസിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ജോർജ് കുട്ടിയും കുടുംബവും കൃത്യം നടന്ന ദിവസം പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയതിൻ്റെ തെളിവ് നിലനിൽക്കുന്നത് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ വരുണിൻ്റെ മാതാപിതാക്കളായ പ്രഭാകർജിയും ഗീതയും കേസ് CBIക്ക് കൈമാറാനുള്ള കോടതി വിധി സമ്പാദിച്ചിരിക്കുകയാണ്. കേസ് CBI ഏറ്റെടുത്തതോടെ അവർ വളരെ വലിയ പ്രതീക്ഷയിലാണ്. വരുന്ന ഓരോ ഫോൺ കോളും ഓരോ കോളിംഗ് ബില്ലും ഒരു നല്ല വാർത്തയായിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ. CBI സേതുരാമയ്യർ കേസ് ഉടൻ തെളിയിക്കുമെന്നും ഒരു നല്ല വാർത്തയുമായി ഒരു ഫോൺ കോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ അമേരിക്കയിലെ ബന്ധുവീട്ടിലേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് ജോർജ് കുട്ടിക്ക് ബാംഗ്ലൂർ കോറമംഗലയിൽ കണക്ഷൻസ് ഉണ്ടെന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എവിടെയായിരിക്കും പോലീസിന് പിഴച്ചത്? എങ്ങനെയായിരിക്കും സേതുരാമയ്യർ ഈ കേസിൻ്റെ കുരുക്കഴിക്കുക? കാത്തിരുന്ന് കാണുക. സാറേ, ഇതാണ് ജോർജ് കുട്ടിയുടെ വീട്. ചക്കോ, പ്രതിയുടെ എന്ന് സംശയിക്കുന്ന രക്തക്കറവന്റെ ഷർട്ട് ഫോറൻസിക് ലാബിലേക്ക് അയച്ചോ? ഇല്ല സാറേ, അത് ഞാൻ ട്രൈക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കോ. ട്രൈക്ലീൻ ചെയ്യാൻ കൊടുത്തു? ഉണ്ടായിരുന്ന തെളിവ് കൊണ്ട് കഴുകിക്കളഞ്ഞു. സാറേ, എന്നേലും കൊടുക്കുമ്പോ വൃത്തിക്കും എനിക്കും കൊടുക്കണ്ട സാറേ. താനൊക്കെ എന്ത് മണ്ടനാണോ സാറേ? എന്നെ സാർ അങ്ങനെ വെറും മണ്ടനായിട്ട് എന്നെ പറയരുത് കേട്ടോ സാറേ. സാറേ, ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ള തെളിവ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. അതേത് തെളിവ്? അതായത് ഭിത്തിയിൽ പതിഞ്ഞ പ്രതിയുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എടുക്കൂ. സാറേ, ഒറ്റ മിനിറ്റ് സാറേ. സാറേ, ഇതെന്താ മൂക്കിപ്പൊടിയോ? മൂക്കിപ്പൊടിയല്ല സാറേ, ഈ ഭിത്തിയെ പതിഞ്ഞ ഫിംഗർ പ്രിന്റ് ഇല്ലേ, അത് ഞാൻ ചൊരണ്ടി എടുത്ത് ഇതിനകത്ത് ഭദ്രമായിട്ടിട്ടാക്കണാണ്. എങ്ങനെ സാധിക്കുന്നുണ്ടോ തുടരെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൂടാ? പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കേൾക്കണം. ഇന്റർവ്യൂവിന് CBIയുടെ ഫുൾ ഫോം ചോദിച്ചപ്പോൾ ചിക്കൻ ബിരിയാണി വിത്ത് ഐസ്ക്രീം, അത് ഷെഫിള്ളേതാണ്, പൊളിക്കും എന്ന് എഴുതി വെച്ച മുതലായി. സൂപ്പറാണ് സാറേ, അറിയാൻ മേലാത്തോണ്ടാണ്. താനിപ്പോഴും ഷെഫിലേക്ക് കിടക്കുവാണോ? ഇവിടെ സെർച്ച് ചെയ്യണോ? ഒറ്റ മിനിറ്റ് സാറേ. അയ്യോ, ഇതെന്നാണ് സെർച്ച് ചെയ്ത് വെച്ചാൽ സെൻഡ് ചെയ്യണോ? ഇതല്ലായിരുന്നല്ലോ. ഈ വീടും പരിസരം പോയി സെർച്ച് ചെയ്യൂ. ഓക്കെ സാറേ, ഓക്കെ സാറേ. ഇന്ന് ഞാൻ അവനെ മലിച്ചത്ര താഴിട്ട് പൂട്ടും. സാറേ, പടം മാറിപ്പോയിട്ടാ. സ്റ്റെപ്പ് കിട്ടുന്നുണ്ട് സാറേ. സാറേ, ഇത് ജോർജ് കുട്ടിയുടെ വീടിനകത്തുനിന്ന് കിട്ടിയതാണ് സാറേ. ചാക്കോ, അപ്പോൾ ജോർജ് കുട്ടി ഉദ്ദേശിക്കുന്ന ആളല്ല നമ്മൾ. സാറേ, അങ്ങനെയല്ല. ആ ഡയലോഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ജോർജ് കുട്ടി. അങ്ങനെയല്ല സാറേ. ആയിക്കോട്ടെ, ഈ തവണ ഇങ്ങനെ പോട്ടെ, അടുത്ത ഞാൻ കറക്റ്റാക്കാം. എന്താ ദൈവമേ. ചാക്കോ സാർ, നമ്മൾ സൂക്ഷിക്കണം. അതിനകത്ത് സാറേ, ജോർജ് കുട്ടി ആള് പ്രശ്നക്കാരനാണ്. എന്നാ സാറേ? ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. അതിനാ സാറേ? ചാക്കോ, താൻ എത്രയും പെട്ടെന്ന് ജോർജ് കുട്ടിയെ ഫോളോ ചെയ്യണം. സാറേ, ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ സാറേ? ട്വിറ്ററിൽ. ട്വിറ്റർ എനിക്കില്ല സാറേ. നിക്കറുണ്ടോ? നിക്കറുണ്ട്. ബാക്കി അതെങ്കിലും ഉണ്ടല്ലോ. അതാണോ പറഞ്ഞത്? ജോർജ് കുട്ടി എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ സംസാരിക്കുന്നുള്ളവരും അപ്പോൾ എന്നെ അറിയിച്ചിരിക്കണം. സാറേ, അറിയിക്കാം സാറേ. സാറേ, പിന്നെ ഞാൻ ചെറിയൊരു സംശയം ചോദിച്ചോളൂ. എന്താണ്? ആരാണ്? ഹലോ, സേതുരാമയ്യർ CBI സ്പീക്കിംഗ്. ഫോൺ ഉണ്ട് സാറേ.
അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് വിളിക്കുകയാണ്. ഓ, അവസാന നിമിഷം എനിക്കിട്ടാ പണി. പറ കേക്കട്ടെ. ഞങ്ങൾ ഇനിയും വരണിന് വേണ്ടി കാത്തിരിക്കണോ? ആ, ഓരോ ഫോൺ കോളും കോളിംഗ് ബെല്ലിന്റെ ശബ്ദമൊക്കെ ഇതൊക്കെ പറഞ്ഞു കയറി പോലെ കോളിംഗ് ബെല്ലിന്റെ കാര്യം പറയരുത്. നിങ്ങളുടെ ഫോണും കോളിംഗ് ബെല്ലും ഒക്കെ CBI കസ്റ്റഡിയിൽ ഇവിടെ സഞ്ചിക്കാത്തിട്ട് വെച്ചിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. വേണ്ട, വേറെ കാര്യം പറ. ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചു. അയ്യോ, ക്ഷമിച്ചു. ഫോൺ കോളും കോളിംഗ് ബില്ലും അല്ല, ഈ കഥകിൽ മുട്ടുന്ന ഓരോ മുട്ടും കഥകി മുട്ട് പറയല്ലേ, കേസ് റൂട്ട് മാറിപ്പോകും. സോറി, എന്നാ ഞാൻ വേറൊരു റൂട്ട് പറയാം. അത് പറ. ഷൂസ് ഇട്ട് നടക്കുന്ന ഓരോ ശബ്ദവും ഞങ്ങൾക്ക് വരുണിന്റേതായിട്ട് തോന്നുക. ഞങ്ങൾ ഇനിയും ഷൂസിന് വേണ്ടി കാത്തിരിക്കണോ? ഓൺലൈൻ ബുക്ക് ചെയ്താണ് കാത്തിരിക്കേണ്ടി വരും. അതല്ല, വരുണിന് വേണ്ടി കാത്തിരിക്കണോ? എന്റെ പ്രഭാകർജി, നിങ്ങൾ ഇപ്പൊ വിമാനത്താവളത്തിലല്ലേ? അതെ. അമേരിക്ക നിങ്ങൾക്ക് എപ്പോഴാ ഫ്ലൈറ്റ്? 1 മണിക്കൂർ ലേറ്റ് ആണ്. എന്നാ ആദ്യം ആ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കും. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അങ്ങോട്ട് വിളിച്ചു പറയാം. ക്ഷമിക്കണം കേട്ടോ. എന്തോടോ ഇത് വലിയ പ്രശ്നമായുള്ളൂ. ചാക്കോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ? ഈ നെടുമ്പാശ്ശേരി അമേരിക്കയിൽ വരെ എത്ര സമയം എടുക്കും ഫ്ലൈറ്റിൽ? ഫ്ലൈറ്റ് അല്ലേ 24 മണിക്കൂർ എടുക്കും സാറേ. ഭാഗ്യം. 24 മണിക്കൂറത്തേക്ക് ആ പുല്ലന്റെ ശല്യം ഉണ്ടാകും. അതില്ല, അത് കാരണം സാറേ. പിന്നെ ഞാൻ കാര്യം പറഞ്ഞു സാറേ. സാറേ, എനിക്ക് ലീവ് വേണം സാറേ. അതിന് മുമ്പ് ഒരു കാര്യം പറട്ടെ. എന്നാ സാറേ? ഇത്രയും സമയമുണ്ടല്ലോ. അതിന് മുമ്പ് ഞാൻ എന്റെ ഈ കേസിന്റെ കാര്യം വൃത്തിയായിട്ടൊന്ന് പഠിക്കട്ടെ. എന്തിനാ സാറേ തലേ ചൊറിഞ്ഞത്? പേന്റെ ശല്യം കൊണ്ടു. പേന്റെ ശല്യം ഉണ്ടോ? അങ്ങനെ എന്റെ ഒരു ഉഗ്രമായിട്ടുണ്ട് സാറേ. ഞാനൊരു ഓയില് തരാം, അത് തലയെ പരട്ടിയാൽ മതി ഉറങ്ങണേക്ക് മുമ്പ്. അപ്പൊ പൊളിയും ചാക്കോ. ആണോ സാറേ? പേലുറങ്ങുന്ന ടൈം എനിക്കറിയില്ല. പേൻ ഉറങ്ങണ കാര്യമല്ല പറഞ്ഞത്. സാർ ഉറങ്ങുന്നതിന് മുമ്പ് തലയെ തേച്ചാ മതി. താൻ എന്റെ പേന്റെ ഉറക്കം നോക്കാൻ താൻ കേസ് അയക്കുവാടോ? സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോ സാറേ. സാറേ, എനിക്ക് ലീവ് വേണം സാറേ. എന്തിനാണോ ലീവ്? സാറേ, എന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി എനിക്ക് ലീവ് വേണം സാറേ. എന്റെ ഭാര്യയുടെ ഡെലിവറി എന്നാണോ? സാർ ഇന്ന് ലീവ് തരുവാണെങ്കിൽ കൃത്യം 9 മാസം ആകുമ്പോഴത്തേക്കും അവളുടെ ഡെലിവറി. അതെന്നാ കണക്കാണോ അത്? എന്നാ കണക്കുന്നോ? സാർ ഒരു ജോർജ് കുട്ടിയുടെ പുറകെ ഒരു എല്ലും കഷ്ണവും പൊക്കി പിടിച്ചിട്ട് നടക്കും സാർ. എനിക്കൊരു ലൈഫ് വേണ്ട സാറേ. അല്ല സാറേ, സാറിനാ സാറേ കല്യാണം കഴിക്കാത്തെ? എടോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അധിക ചെലവാടും. ആണോ സാറേ? എടോ, നമ്മള് ഭാര്യയായിട്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാണല്ലോ പോപ്കോൺ മേടിക്കല്. അപ്പൊ അതിന്റെ പകുതി പെണ്ണുമ്പിളൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് സാർ കല്യാണം കഴിക്കാതെ. എനിക്കൊരു പോപ്കോൺ മുഴുവൻ കഴിക്കണം. ഈ സിനിമയുടെ ഇങ്ങനെ എറിഞ്ഞു പിടിച്ച് തിന്നുമ്പോൾ അതിനൊക്കെ സിനിമ കാണുമ്പോൾ സുഖമുണ്ട്. പെണ്ണുമ്പിളായിട്ട് പറഞ്ഞ ഇടക്ക് കൈ വരും, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. സാറ് ജീവിതകാലം മുഴുവൻ പോപ്കോൺ തിന്നോണ്ടിരിക്കുള്ളൂ. സാറേ, എന്തിനാണ് സാറേ എന്റെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുത്തത്? മിസ്റ്റർ ജോർജ്, നിങ്ങൾക്കിനിയും CBI കവളി പിടിക്കാമെന്ന് വിചാരിക്കണ്ട. കബഡി കളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. കളിപ്പിക്കാമെന്ന് എന്നതീ പറയണേ? പിന്നെ കോക്കോയാണോ സാർ എന്നതാ ഉദ്ദേശിക്കണേ? പറ്റിക്കണതിനൊരു സംഭവം പറയും. അത് കബളിപ്പിക്കുക. തനിക്കിനിയും CBI പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ? CBI എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന ഒരു ടീമല്ല CBI. CBIയുടെ ഫുൾ ഫോം പറയാൻ പോകണോ? സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ പറഞ്ഞാൽ തെറ്റൂട്ടോ? പിന്നെ ഞാൻ പറഞ്ഞാൽ ശരിയാവുന്നതാണ്. CBIയുടെ പറഞ്ഞില്ല. എടോ, പ്ലാൻ ചെയ്യുമല്ലേ? ഞങ്ങളൊക്കെ തനിക്കാണല്ലോ. CBI എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. CBI കേസ് അന്വേഷിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, ഒരു കൂട്ടർ. അത്രേ ഉള്ളൂ. CBI വെറും മണ്ടന്മാരല്ല. പിന്നെ സാറേ, CBI എന്ന് പറഞ്ഞാൽ ഏത് കുരുക്കും അഴിക്കുന്നവരാണ് CBI. ആണോ? ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എന്റെ ഹെഡ്സെറ്റ് അതിന്റെ കുരുക്കൊന്ന് അഴിച്ചത്. അതേ, എവിടെ ഇട്ടാലും എങ്ങനെ ഇട്ടാലും ഇത് കുരുങ്ങും. എന്നെ തട്ടിമാറ്റി കയറി ചെന്ന് മേടിച്ചതല്ലേ? അതെ ജോർജ് കുട്ടി, എന്റെ വേറെ 2 ഹെഡ്സെറ്റ് ഉണ്ട്. ഞാൻ അതിൽ ഓർമ്മ തരാം. ഈ പുല്ല് പോട്ടെ. പിന്നല്ലാതെ. മിസ്റ്റർ ജോർജ് കുട്ടി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം. തീർച്ചയായും സാർ. ഓഗസ്റ്റ് 2-ാം തീയതി താങ്കൾ എവിടെയായിരുന്നു? ഞാൻ പാറേപ്പള്ളി ധ്യാനത്തിന് പോയി. എന്റെ ദൈവമേ, ഈ പാറേപ്പള്ളി വിട്ടിട്ട് ഒരു കേസും പിടിക്കല്ലേ? ആ ഇടവകയെ വന്ന 8 അച്ഛന്മാർ സ്ഥലം മാറിപ്പോയി. താൻ ഇപ്പോഴും പാറേപ്പള്ളി കിടന്ന് കളിക്കണം. മാറ്റി പറയാൻ പറ്റും. ഞാനിതാ പഠിച്ചത്, ഞാനിതേ പാടത്തുള്ളൂ. അവനതാ സാറേ പഠിച്ചോളൂ. സാറ് വേറെ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. പറയുമ്പോ ചോദ്യം ചോദിക്കും. ഞാൻ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദിക്കും സാറേ. ജോർജ് കുട്ടി, സത്യം പറയണം, താങ്കളുടെ വീട്ടിൽ നിന്നും പാറേപ്പള്ളിയിലേക്ക് എത്ര ദൂരമുണ്ട്? 60 കിലോമീറ്റർ ഉണ്ട് സാർ. തൊട്ടടുത്ത പള്ളിയിൽ പോകാതെ ഇവൻ 60 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവൻ വിശ്വാസിയല്ല, പിന്നെ വിനോദസഞ്ചാരി. ഒള്ളി ടൂറിസ്റ്റ്. ഹലോ ഹലോ. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകും മുമ്പ് പ്രഭാകർജി,
നിങ്ങൾ നെടുമ്പാശ്ശേരി ഇതുവരെ പോയില്ലേ? ക്ഷമിക്കണം കേട്ടോ, അയ്യോ ക്ഷമിച്ചു. ദുബായ് വഴി കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയില്ല. അയ്യോ. എയർപോർട്ടിൽ പോസ്റ്റ് ആയിട്ട് നിൽക്കുക. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്ത് ഡയറക്റ്റ് ടിക്കറ്റ്. എന്തിനീ ദുബായി പോയി കിടക്കുന്നു? ദുബായ് എയർപോർട്ടിൽ കുഴിമന്തി കഴിച്ചുകൊണ്ടിരിക്കുക. മന്തിന്റെ ചിക്കന്റെ എല്ല് കണ്ടപ്പോ ചോദിക്കുക, വരുണിന്റെ എല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമോ? എടാ, മന്തിയുടെ എല്ല് കണ്ടപ്പോ മകന്റെ എല്ലാം ഓർമ്മ വന്ന ആദ്യത്തെ തലത്തെ ഈവനായിരിക്കും. ദുബായ് എയർപോർട്ടിൽ കേൾക്കുന്ന ഓരോ ഫോൺ കോളും വരുണിന്റേതായിട്ട് തോന്നുക. നിങ്ങൾക്ക് വരുണിനെ അല്ല വേണ്ടത്, നല്ലൊരു മനഃശാസ്ത്രന് അങ്ങനെയുള്ള തോന്നലാണ് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നത്. കട്ടി ഇത് സ്വിച്ച് ഓഫ് ചെയ്യല്ല, ഇവൻ ഇനിയും ശല്യപ്പെടുത്തും. ആണോ? തന്റെ ഫോൺ സ്വിച്ച് എന്റെ phone switch off ഓഫ് ആക്കി. ശരി സാറേ. അവൻ ഊടുപാട് വിളിക്കുമല്ലോ. ആ, സാറേ. ഇനി ഇവനെ അങ്ങനെ വിളിക്കുന്നു എങ്ങോട്ട് വിളിക്കും നമുക്കറിയാം. അറിയണമല്ലോ. സാർ, നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. തെറ്റി തെറ്റി ജോർജ് കുട്ടി ഊടുപാട് തെറ്റി. അതിനാ? ഞാനല്ല വലിയ മനുഷ്യൻ, പിന്നെ? ചാക്കോയാണ് വലിയ മനുഷ്യൻ. അല്ല, മനസ്സിലായില്ല. എന്റെ എക്സൽ ചാക്കോയുടെ ഡബിൾ എക്സൽ. ചാക്കോയാണ് വലിയ മനുഷ്യൻ. തെറ്റിച്ചു. സാറേ, എക്സില് ഷർട്ടിന്റെ അളവല്ലേ അവൻ തെറ്റിച്ചു. സാറേ? അയാൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. സാറ് വലിയ മനസ്സിന് ഉടമയാണ്, അങ്ങനെ പറഞ്ഞു. പറയൂ ജോർജ് കുട്ടി. സാറേ, എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. എന്തിന്? ഒരു കർഷകർ ശ്രീ അവാർഡുണ്ട്. ഇവിടെ ഈ ബഹളത്തിനടക്കും ഇയാൾ എങ്ങനെ ഒപ്പിക്കുന്നു? സാറേ, എന്നെ സംഭവം അറിയോ? ഇവന് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് ശബ്ദം മാറ്റി വിളിക്കും. ഇവിടെ ബോഡി ഇവിടെ വരുണ്ട്, ബോഡി ഇവിടെ കിടപ്പുണ്ടെന്ന് പറയും. ഉടനെ തന്നെ പോലീസുകാർ JCB പൊക്കിണ്ടോന്ന് ഇവന്റെ പറമ്പ് മുഴുവൻ കളയ്ക്കും. അവര് പോയി കഴിയുമ്പോൾ ഇവൻ കപ്പ കാച്ചിൽ ചേന അതെല്ലാം കുഴിച്ചിടും. അങ്ങനെ ഇവന് കർഷക ശ്രീ അവാർഡ് കിട്ടിയതാ. സാറേ, ഉടനെ കേസ് തെളിയിച്ചില്ലെങ്കിൽ 10 തവണയെങ്കിലും അടുപ്പിച്ച് ഇവന് കർഷക ശ്രീ അവാർഡ് കിട്ടും. അതേ കൂട്ടി ചെയ്ത പോലീസുകാർ ചെയ്യണത്. ചാക്കോ, നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഇവന് വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല. പിന്നെ എത്രാം ക്ലാസ്സാ സാറേ? എത്രാം ക്ലാസ്സുകാരന്റെ ബുദ്ധി? 8ാം ക്ലാസ്സാണ്. 7ആണോ? 7. എടോ, ഞാനൊരു കൈന്നിട്ട് പറഞ്ഞപ്പോ അതീ പിടിച്ച് കയറി എന്നെ തെറ്റിക്കാനായിട്ട് കൂടെ നടക്കുവാ. ഇല്ല സാറേ, ഇല്ല സാറേ. സാർ ഞാൻ ചോദിക്കാം. ജോർജ് കുട്ടി, നീ എവിടെയാണ് പഠിച്ചത്? ഞാൻ തൊടുപുഴ LP സ്കൂളിൽ. തൊടുപുഴ LP സ്കൂൾ. സാറേ, എന്റെ പെങ്ങടെ കൊച്ചിനെ അവിടെ ചേർക്കണം. അവൻ പഠിക്കാൻ ഭയങ്കര പരാജയമാണ്. ഇവനെ പോലെ ബുദ്ധി കിട്ടൂലോ, 4ാം ക്ലാസ്സിൽ അവിടെ ചേർക്കുക. അങ്ങനെ 2 അഡ്മിഷൻ എടുത്തു. അതാർക്കൊക്കെ സാറേ? ഒരെണ്ണം തനിക്കും. ഇതുപോലെ മണ്ടത്ര ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇതുപോലെ മണ്ടനായ ഒരു സബോഷിന് എന്നതാ ഉദ്ദേശിക്കണേ? ഒരു സബോഷ് എന്നാ ഇത് കൂടെ നടക്കുന്ന ഒരാൾക്കൊരു പേര് സഹപ്രവർത്തകൻ. അതേ സാറിന്റെ കൈ നിൽക്കുകയുള്ളൂ, അത് പറഞ്ഞാൽ മതി. പട്ടപ്പുളിയും. അന്ന് അങ്ങനെ ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, അറിയാമോ ജോർജുട്ടി? തനിക്ക് CBIയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. വേണ്ട സാറേ, ഞങ്ങൾ തെളിയിക്കൊടു. താനും തന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പൊ CBIയുടെ കസ്റ്റഡിയിലാണ്. തനിക്ക് വേണ്ടി ഈ ഫോൺ CBI എടുക്കും. സാർ, വെരി ഗുഡ്. ഇഷ്ടമാണ് സാറേ. സാറ് സംസാരിക്കും സാറേ. ഹലോ ജോർജ് കുട്ടിയല്ലേ? അല്ല, ജോർജ് കുട്ടി ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലാണ്. പിന്നാരാ? ഇത് സേതുരാമയ്യർ ഫ്രം CBI. മകനെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഒരു അച്ഛൻ അമേരിക്കയിലെ പബ്ബിലിരുന്ന് വിളിക്കുക. അമേരിക്കയിലെ പബ്ബിലിരുന്നു. മകനെ കാണാതെ പോയ വിങ്ങൽ മനസ്സിലാക്കും. പബ്ബിൽ കയറിയിരിക്കുന്നത് ഇതെന്നാത്തിന്റെ വിങ്ങലാന്ന് എനിക്കറിയാൻ പാടില്ല. പബ്ബിൽ കേൾക്കുന്ന ഓരോ ഫോൺ കോളും DJ മ്യൂസിക്കും എല്ലാം വരുണിന്റേതായിട്ട് തോന്നുക. തോന്നും. അമ്മാതിരി കേറ്റിട്ടായിരിക്കും വിളിക്കുന്നത്. പറ. ഇനിയും ഞാൻ അവന് വേണ്ടി പബ്ബിൽ കാത്തിരിക്കണം. ഞാൻ അതായത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വരണിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ പറയാലോ. വരണ്ട് എന്തെങ്കിലും ഒന്ന് ഗീത പറഞ്ഞു. ആര് ചീത്ത പറഞ്ഞു? ചീത്ത പറഞ്ഞെന്നല്ല, ഗീത പറഞ്ഞു. ആ പെണ്ണുപിള്ള തലയോട്ടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. വരണിന് വേണ്ടി ഞാൻ കാത്തിരിക്കണോ? കൊറേ നാളെ ഇവൻ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. അമേരിക്കയിലുള്ള ക്ഷമിക്കണം കേട്ടോ. എന്റെ കുട്ടി വരുണിനെ എങ്ങനെയാണ് കൊന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവനെ കൊന്ന പോലെ തന്നെ ഈ പ്രഭാകൃതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാമോ? എന്തിനാ സാറേ? അതുപോലെ ശല്യ. ദിവസം 136 കോളാണോ എന്നെ വിളിക്കുന്നത്. ഉറങ്ങിയിട്ട് മാസങ്ങളായി. മ്യൂസിക് ഇറോ. എന്റെ ദൈവമേ. ഹലോ, അതെ, ജോർജ് കുട്ടിയാണ്. ഓ, അച്ഛനായിരുന്നോ? എന്താ അച്ഛാ? ഓക്കെ അച്ഛാ. ശരി അച്ഛാ. ആരാണ്? ഞങ്ങളുടെ എടവപ്പള്ളിയിലെ അച്ഛൻ. ഏത് പാറേപ്പള്ളിയിലെ അച്ഛനാണോ? അല്ല, മേരി മാതാ പള്ളിയിലെ അച്ഛൻ. പള്ളിയിലെ പെരുന്നാളിന് പ്രതിസന്ധി. എന്ത് പ്രതിസന്ധിയോ? പാറേപ്പള്ളിയിലെ പ്രതിസന്ധി ഇതുവരെ തീർന്നില്ല. ഇതെന്താ എല്ലാ പള്ളിയിലും പ്രതിസന്ധിയാണോ?
പ്രതിസന്ധി അല്ല സാറേ, പ്രസിദ്ധേന്തി പ്രസിദ്ധേന്തി. പാറേപ്പള്ളിയിൽ പ്രതിസന്ധി, മേരിമാതയിൽ പ്രസിദ്ധന്തി. ദൈവമേ, ഇതെന്ത് വിധി? ഇതിലും ഭേദം പ്രഭാകർജിയായിരുന്നു. എന്റെ ദൈവമേ.